അങ്ങനെ പറമ്പിക്കുളത്തേക്കുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. പോകുന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുഴുവൻ തേക്കും പ്ലാന്റേഷൻ്റെ കാഴ്ചകളാണ്. അധികം തേക്ക് മരങ്ങളുടെ കാഴ്ചകളാണ്. കൂടുതൽ വനഭാഗത്തേക്ക് ചെല്ലണമെങ്കിൽ കുറച്ച് ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് കടന്നു ചെല്ലേണ്ടി വരും. അതുപോലെ വന്യമൃഗങ്ങളുടെ ശല്യം ഇവിടെ കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് നമുക്കങ്ങനെ പോകാനും പറ്റില്ല. പക്ഷേ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പോകുന്നത് റിസർവോയറിൻ്റെ സൈഡിൽ കൂടിയാണ്. അതുകൊണ്ട് ആ റിസർവോയറിൻ്റെ കാഴ്ചകൾ ആണ് കൂടുതലായിട്ട് ഉള്ളത്. ഇതിൻ്റെ അപ്പുറമാണ് ശരിക്കും വനം ഇത് ചെയ്തിരിക്കുന്നത്. നമ്മളപ്പോൾ ഒരു ചെറിയ അണയുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഇതെൻ്റെ പേരെന്നാന്ന് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് എനിക്ക് ഒരു അറിവില്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്ത് പോയി ഇവിടെ അതിൻ്റെ ഒരു ചെറിയ ഷട്ടറും കാര്യങ്ങളൊക്കെ കാണാം. വളരെ ചെറിയൊരു ചെക്ക് ഡാം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. അണക്കെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെക്ക് ഡാം അത്രേ പറയാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഏതാണ്ട് നമ്മൾ അതിനോട് അടുത്തിരിക്കുകയാണ്, പറമ്പിക്കുളത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ പറമ്പിക്കുളം, ഇതാണ് പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ ഈ ബസ് പോകുന്നത് ഇവിടെ വരെയാണ്. ഇവിടെ ഒന്ന് വേണമെങ്കിൽ വേറെ വനാന്തർ ഭാഗത്തേക്ക് നമുക്ക് ഇവരുടെ ഫോറസ്റ്റിൻ്റെ ബസ്സുകൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്ററൊക്കെ ഉണ്ട്. ഇതല്ലാണ്ട് കൂടുതൽ ഒരു കാഴ്ചകളൊന്നുമില്ല. ഒരു 8-10 കടകളുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. വലിയ പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇവിടം വരെ വരുന്നുള്ളൂ എങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത്രയൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞ കാഴ്ചകൾ ഇതുപോലത്തെ ബസ്സിലാണ് നമുക്ക് ഇനി ഇവിടുന്ന് കാഴ്ചകളിലേക്ക് പോകേണ്ടത്. ഇപ്പം തന്നെ ഓൾറെഡി സമയം ഏകദേശം 12 മണി ആവാറായിരിക്കുന്നു, 11:45 കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ വണ്ടി തിരിച്ച് ഏതാണ്ട് 12:25 തിരിച്ച് പോകും. അപ്പോൾ അതിൽ തന്നെ നമുക്ക് തിരിച്ച് പോരാനുമുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. അങ്ങനെ ബസ് അവിടെ നിന്ന് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ 12:30 ആയിരിക്കുന്നു സമയം. 12:25 ബസ് എടുത്തത്. വീണ്ടും ആ തേക്ക് പ്ലാന്റേഷൻ്റെ കാഴ്ചകൾ, അതേപോലെ തന്നെ വനത്തിൻ്റെ കുറേ കാഴ്ചകൾ നമ്മൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഉള്ള ആ കാഴ്ചകൾക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു വനഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലം ശരിക്കും നമ്മൾ വേറെ എവിടെ പോയാലും ഇതുപോലത്തെ ഒരു ഇത് കിട്ടില്ല നമുക്ക്. ഈ അതിലൊരു പ്രശ്നമുള്ളതെന്നു വെച്ചാൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ ശരിക്കും പോകണമെങ്കിൽ നമ്മളൊരു അങ്ങനെ KSRTC ബസ്സിൽ വന്നിട്ട്, കാരണം ബസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരേ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന് ഇവിടെ ഇറങ്ങി കുറച്ച് കാഴ്ചകളിലൊക്കെ പോയിട്ട് വേണമെങ്കിൽ 5:30 ആകുമ്പോഴാണ് അടുത്ത ബസ്. അത് തിരിച്ച് ഏകദേശം ഇവിടുന്ന് ഒരു 1.5-2 മണിക്കൂറോളം ഉള്ള സമയം എടുക്കും വീണ്ടും തിരിച്ചും പൊള്ളാച്ചിയിലേക്ക് എത്തണമെങ്കിൽ. അതുപോലെ തന്നെ ഈ വന്യമൃഗങ്ങളുടെ ശല്യം ശരിക്കും പിന്നെ അത് തമിഴ്നാടിൻ്റെ ബസ്സും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റാത്തതുകൊണ്ട് ഈ KSRTCയിലായിട്ട് ഈ ഒറ്റ ബസ്സേ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ അത് കൃത്യം ഓരോ സമയം വെച്ചിട്ട് കൃത്യം ഏകദേശം 12:30, ഏകദേശം 11:45 കഴിയുമ്പോഴത്തേക്കും ഇവിടെ എത്തും. ഇന്നും വലിയ ബ്ലോക്കോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും താമസമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ സമയം വ്യത്യാസങ്ങളൊന്നും വന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ എനിക്ക് പറ്റിയ പോലെ ഞാൻ ഏതായാലും തിരിച്ച് എനിക്ക് തന്നെ ഈ ബസ്സിന് തന്നെ പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ചെറിയ ബസ്സുകളിലെ കാഴ്ചകളിലേക്ക് ഒന്നും പോയില്ല. പക്ഷേ അത് പോയെങ്കിൽ ഒരു 450 രൂപയാണ് ഈ നമ്മൾക്കൊരു റൗണ്ട് ഇത് ആ ഒരു ട്രിപ്പിന് അവർ ഈടാക്കുന്നത്. പക്ഷേ അതിലേക്ക് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മുൻ ബസ് ഒരു ടൂറിസ്റ്റ് ബസ് വന്നു വിട്ടു. ഇവിടെ ഒട്ടും സൈഡില്ല, ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ കടന്നു പോരുന്നതിന്. ഇതുപോലത്തെ കുറേ സ്ഥലങ്ങൾ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ ബസ്സിൽ പോരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലാണെങ്കിലും അല്ലെങ്കിൽ KSRTC ബസ്സിലൊക്കെ ആണെങ്കിൽ പോകുമ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഇത് ശരിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇപ്പോൾ ഏകദേശം 1 മണിയോടുകൂടി ഒക്കെ സമയം ആയിരിക്കുന്നതുകൊണ്ട് ഇവിടുന്ന് ടൂറിസ്റ്റുകൾ കൂടുതൽ ആയിട്ടും കൂടെ എത്തി തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 3-4 അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ഒരു പക്ഷേ എറണാകുളം സൈഡിൽ നിന്നൊക്കെ ആണെങ്കിൽ 5 മണിക്കൂർ കൂടുതലൊക്കെ എടുക്കും ഈ സൈഡിലേക്ക് എത്താനായിട്ട്. ഏതായാലും ആ ബസ് കടന്നു പോയി നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ 450 രൂപയാണ് ആ ഫോറസ്റ്റ് വാഹനത്തിലുള്ള ചാർജിന് ആ നിരക്ക്. അപ്പോൾ അവരൊരു ഏതായാലും ഇവിടുത്തെ 1-2 അല്ലെങ്കിൽ ഇതിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളും
കാണിക്കാൻ പാകത്തുള്ള ട്രിപ്പായിരിക്കും. അതിൽ പോവുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ആസ്വദിക്കാം. പക്ഷേ ഇതിനൊക്കെ എന്നാ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇതുപോലെ ബസ് പിടിച്ചോ അല്ലെങ്കിൽ വേറെ വിധത്തിൽ നമ്മുടെ സ്വന്തം വാഹനത്തിലോ ഒക്കെ പോരേണ്ടി വരും. അന്നേരവും സ്വന്തം വാഹനം കൊണ്ട് പോരുമ്പോൾ ഈ പറഞ്ഞ പോലെ കാറിലൊക്കെ പോകുമ്പോഴും കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ആ കടന്നു പോയതും ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ബസ്സുകളാണ്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് കേരളത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് ഇവിടെ നിന്നൊക്കെയുള്ള ആ റിസർവോയറിൻ്റെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു നിസ്സാര ദൂരം, ഏകദേശം ഒരു 4-5 കിലോമീറ്റർ കൂടെ പോയിട്ടുണ്ടെങ്കിൽ കേരള അതിർത്തിയിലേക്ക് എത്തുന്നത് എനിക്ക് തോന്നുന്നു. മൊത്തത്തിൽ ഒരു 10-20 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊള്ളാച്ചിയിലേക്ക് ചെല്ലാം. അപ്പോൾ ആ റിസർവോയറിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്
കേരള ബോർഡർ കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലേക്ക് പോയപ്പോൾ തമിഴ്നാട്ടിലാണ് നമുക്ക് കാട്ടുപോത്തുകളുടെ കാഴ്ചയാണ്. അത് തമിഴ്നാട് ഭാഗത്തേക്ക് എത്തിയപ്പോഴാണ് കാണാൻ സാധിച്ചത്. ഇത് എവിടെ വരണം നിൽക്കണുണ്ടോ, അടിപൊളിയായിട്ട് വരണം. വനപ്രദേശങ്ങളിൽ നിന്നും പുറത്തു കടന്നു എന്ന് അറിയിച്ചുകൊണ്ട് ആ ഗേറ്റിലെത്തിയായിരുന്നു. ആ ഗേറ്റ് കടന്ന് തമിഴ്നാടിൻ്റെ ഭാഗത്തെ മാന്തോപ്പുകളുടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പറമ്പിക്കുളത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ഗുഡ് ബൈ.